എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അതായത് നീറ്റ് UG 2024 പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാനുള്ള ഡേറ്റ് നീട്ടി. അപ്പോൾ നാളെ രാത്രി 10:50 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നീറ്റ് UG അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക. ഇതുവരെ അപേക്ഷ വിവിധ കാരണങ്ങൾ കൊണ്ട് നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ ഒരു ഡേറ്റ് നീട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പിന്നീട് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് വീണ്ടും അവസരം ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നാളെ രാത്രി 10:50 ഈ ഒരു അപേക്ഷകൾ നൽകി ആ ഒരു അപേക്ഷയുടെ സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നാളെ രാത്രി 11:50 വരെയും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ അതായത് ഇമെയിൽ ID, അതുപോലെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ പേര് ഇനീഷ്യൽ, അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി, കാസ്റ്റ്, റിലീജിയൻ എന്നിങ്ങനെയുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ നൽകുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധാപൂർവം നൽകേണ്ടതാണ്. കാരണം പിന്നീട് എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം തരുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, ഇതുപോലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് സെൻട്രൽ പർപ്പസിനുള്ള ആ ഒരു ഡോക്യുമെൻ്റ് തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റുകൾ ഏതെങ്കിലും വാലിഡ് അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടാവില്ല എന്ന് മാത്രമാണുള്ളൂ, മറ്റ് പ്രോബ്ലങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതായത് മെയ് 5-ാം തീയതിയാണ് നിലവിൽ ഈ ഒരു പരീക്ഷ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. 13 ലാംഗ്വേജുകളിലായിട്ടാണ് ഉള്ളത്. ഏകദേശം 13ഓളം കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുന്നത് ഈ ഒരു പരീക്ഷ വഴിയാണ്. അതായത് നിങ്ങൾക്ക് കേരളത്തിൽ MBBS, BDS, അതുപോലെ ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ആയുർവേദ, അതുപോലെ തന്നെ ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ തന്നെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, BTech ബയോടെക്നോളജി തുടങ്ങിയ ഏകദേശം 13ഓളം അതായത് 14ഓളം കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ, അതുപോലെ തന്നെ BSc അഗ്രികൾച്ചർ കോഴ്സ് എന്നിവയിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നീറ്റ് പരീക്ഷയിൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം. നീറ്റ് പരീക്ഷയിൽ മിനിമം 20 മാർക്കെങ്കിലും വാങ്ങിച്ചാൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനത്തിന് കേരളത്തിലേക്ക് അപേക്ഷ നൽകാൻ സാധിക്കുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ കേരളത്തിലെ കീം എക്സാമിനേഷൻ അതായത് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എക്സാമിനേഷന് കൂടി രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നീറ്റ് പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെ രാത്രി 11:50 വരെയാണ്. ഓൾറെഡി ഇതേക്കുറിച്ച് ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ആർക്കെങ്കിലും ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനുള്ള ആ ഒരു ഡേറ്റ് നീട്ടിയിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വെറുതെയുള്ള ഒരു അവസരം നഷ്ടപ്പെടേണ്ട എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ നൽകേണ്ടതാണ്. അതുപോലെ മിലിറ്ററി നഴ്സിംഗ് സർവീസസിലും അതുപോലെ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളായിട്ടുള്ള തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഇതുപോലുള്ളവയിലേക്ക് ഉള്ള നഴ്സിംഗ് പ്രവേശനത്തിനും ഈ ഒരു നീറ്റ് ആവശ്യമാണ്. കേരളത്തിൽ നീറ്റിൻ്റെ ആവശ്യം ഇത്തവണയില്ല, അതുപോലെ ഇനിയും ഈ ഒരു നീറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നീറ്റിൽ എലിജിബിലിറ്റി ആവേണ്ടതാണ്. കേരളത്തിൽ ഈ ഒരു BSc നഴ്സിംഗിന് നീറ്റ് നിർബന്ധമല്ല. നിങ്ങൾ BSc അഗ്രികൾച്ചർ കേരളത്തിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നീറ്റിൽ നിങ്ങൾ ക്വാളിഫൈ ആയിരിക്കേണ്ടതാണ്. അതുപോലെ കീമിന് അപ്ലൈ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.